നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ മാരിടൈം ഭൂപടത്തിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം. കൂറ്റൻ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ ഒരു മദർ പോർട്ട് ഇല്ല എന്ന് രാജ്യത്തിന്റെ ദശകങ്ങളായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനായി പല കോണുകളിൽ നിന്നും കരങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളികൾക്ക് അറിയാം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് എന്നാണ് നമ്മുടെ ദേശാഭിമാനി അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഈറ്റം കൊള്ളുന്നവർക്ക് തക്ക മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ BJP വക്താവ് സന്ദീപ് വചസ്പതി. ഛർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പക്ഷേ ചിലർക്കത് കഴിയും. അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലാണ് സന്ദീപ് വിഴിഞ്ഞം തുറമുഖം വൈകിപ്പിച്ചവർക്ക് വരും തലമുറ മാപ്പ് നൽകിയില്ല എന്ന് പറയുന്നു. വിഴിഞ്ഞം തുറമുഖം പദ്ധതി തുടങ്ങിയപ്പോൾ കടൽക്കൊള്ള എന്ന തലക്കെട്ടിലും ഇപ്പോൾ സ്വാഗതം ചെയ്തു വാർത്ത എഴുതിയ ദേശാഭിമാനി പത്രത്തിന്റെ ചിത്രം സഹിതമുള്ള കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതാണ്. നമുക്കൊന്ന് നോക്കാം. ഛർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പക്ഷേ ചിലർക്ക് കഴിയും. അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ. സർ CP രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖം. MV രാഘവൻ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. നിരവധി അപവാദങ്ങളും കുപ്രചരണങ്ങളും മറികടന്നാണ് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത്. മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ്. കരാർ പാലിച്ചില്ല എങ്കിൽ ഭീമമായ നഷ്ടപരിഹാരം കേരള സർക്കാർ അദാനിക്ക് നൽകേണ്ടി വരും. അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തത്. പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അയച്ച് തിരുത്തിയാലും മായ്ക്കാനാകില്ല. വരും തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഏതാണ്ട് ഒരു ദശകം മുൻപ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള ടെൻഡറുകൾക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അതിനുവേണ്ടി അപേക്ഷ കൊടുക്കാൻ ഗൗതം അദാനി എന്ന ഒറ്റൊരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്നും ഇവിടുത്തെ അന്തം കമ്മികളുടെ കാഴ്ചയിൽ പെടില്ല എന്നുള്ളതാണ് വാസ്തവം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് താല്പര്യം പ്രകടിപ്പിച്ച് 5 കമ്പനികളാണ് മുന്നോട്ട് വന്നത്. അവർ വന്നുവെങ്കിലും ധൈര്യത്തോടെ ആ പദ്ധതി ഏറ്റെടുക്കാനോ അത് വിജയത്തിലേക്ക് എത്തിക്കാനോ ആയിട്ടില്ലായിരുന്നു. അദാനി എന്ന മനുഷ്യന് മാത്രമാണ് അത് വിജയത്തിലേക്ക് എത്തിക്കാനായത്. അതേപോലെ BJPയുടെയും നരേന്ദ്രമോദിയുടെയും കരങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്താണ് ദേശാഭിമാനി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിണറായി സർക്കാർ ഗംഭീരമാണെന്നാണോ അവർ പറഞ്ഞു വരുന്നത് എന്നതും അറിയില്ല.